ഞാൻ ഓട്ടോ രജനി. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതെന്താ ഇങ്ങനെ ഒരു പേരെന്നല്ലേ. ഞാൻ രജനികാന്ത് സാറിന്റെ വലിയൊരു ഫാനാണ്. ഭാഷ അറിയണമെങ്കിലും ഭാഷ അതിനൊരു 100 തവണയെങ്കിലും കണ്ടിട്ടുണ്ട്. ഈ നസീർക്കയുടെ കാറ് പഞ്ചറായപ്പോ ആദ്യം എന്റെ ഓട്ടോയ്ക്ക് നസീർക്ക കൈ കാണിച്ചത്. നസീർക്ക ഇവിടെ കൊണ്ടുവിട്ട ഞാന് 32 രൂപ 50 പൈസ മീറ്റർ അടിച്ചെടുക്കുന്ന എനിക്ക് കറിയിറങ്ങി 30 രൂപ എന്ന സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നത്. ഹോയ് നസീർക്കയുടെ കാര്യം കഷ്ടം തന്നെ കേട്ടോ. നസീർക്കനെ ഇവിടെ കൊണ്ടുവിട്ടപ്പോഴേ നമ്മുടെ ചുറ്റിലെ എല്ലാ ആർച്ചകളും കണ്ടു. അവരുടെ ഒരു സെൽഫി ഒങ്ങിക്കിച്ചി. ഹായ്, എന്ത് രസാ ബമ്പർ സിറ്റിയുടെ ഫ്ലോർ ആണ്. ടി വി കാണുന്നത് പോലെ തന്നെ. എന്തായാലും ഇവിടെ വരെ വന്നേലേ ഒരു ഓട്ടോക്കാരുടെ സ്റ്റാൻഡപ്പ് ചെയ്യാം. ചിലപ്പോ ബമ്പർ അടിച്ചാലോ. അപ്പൊ ഞാൻ എന്റെ നമ്പറിലോട്ട് കടക്കട്ടെ. എന്ത് കാര്യത്തിൽ നമുക്കൊരു ദൈവവിശ്വാസമുള്ള നല്ലല്ലേ അല്ലേ? അതുകൊണ്ട് ഞാൻ ആദ്യമായി ഒരു ഓട്ടോ എടുത്തപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പേര് ഞാൻ അതിനിട്ടു, പറക്കും തളിക. പേരുള്ള തന്നെ ആദ്യത്തോട്ടം ഒരു പോസ്റ്റ് ചെന്നിടിച്ച്. അപ്പൊ ഞാൻ എന്റെ ഓട്ടോയുടെ പേര് വീണ്ടും മാറ്റി അമ്മേ ശരണ എന്നാക്കി. എന്നിട്ട് വണ്ടിയുടെ ബാഗിൽ ഈ പാവം പോയിക്കോട്ടെ എന്നുള്ള ക്യാപ്ഷനും എന്റെ മൊബൈൽ നമ്പർ എഴുതി ചേർത്തു. ആവശ്യക്കാർക്ക് വിളിച്ചാൽ കിട്ടണമല്ലോ. ഒരു ദിവസം ഒരു വെളുത്ത് തുടുത്ത് ചുമന്ന് സുന്ദരനായിരിക്കുന്ന സായിപ്പെ എന്റെ ഓട്ടോറിക്ഷ കയറിയിട്ട് പറയാ, സായിപ്പിന് ഷൂ വേണം അത്ര. ഞാൻ സായിപ്പിന് ഒരു മുന്തിയ ഷൂ കോട്ട കൊണ്ടാക്കി. അപ്പൊ സായിപ്പ് പറയാ നോ നോ. ഈ സായിപ്പ് എന്തൊരു കുണുകുണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവാനിട്ട് ഞാൻ എന്റെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ സായിപ്പ് എന്തൊരു കുണുകുണെന്ന് പറയുന്നതെന്ന്. ചേട്ടൻ ചോദിച്ചപ്പോഴല്ലേ കാര്യം പിടിയിട്ടത്. സായിപ്പേ ഷൂ ഷൂ നല്ല പറഞ്ഞത്, ദൂ ദൂ മൃഗശാലയത്തിൽ പോണ കാര്യം സായിപ്പ് പറഞ്ഞത്. അന്ന് വീട്ടുകാരി പടിയടി പടിയടി എന്ന് പറഞ്ഞപ്പോ മാവില് മാങ്ങേറി നടന്ന്. അന്ന് 2 അക്ഷരം പഠിച്ചായിരുന്നെങ്കിൽ എവിടെങ്കിലും ഒക്കെ എത്തിയേനെ. ഒരു ദിവസം ഞാൻ എന്റെ ഓട്ടോറിക്ഷയില് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. എന്ന മണിച്ചേട്ടന്റെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ചാരി കിടക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്നെടുത്ത് വന്നിട്ട് എന്നോട് പറയാ, ചേച്ചി സെക്രട്ടേറിയറ്റ് വരുന്ന കൊണ്ടാക്കൂന്ന്. അപ്പം ഞാൻ ആലോചിച്ചു, ഇവിടെ സെക്രട്ടേറിയറ്റ് വരെ പോവാൻ 30 രൂപയോടെ പണിയുണ്ട്. ഞാൻ പുള്ളിക്കാരനെ പുറകെ പിടിച്ചെടുത്തിട്ട് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. കരമന പൂജപ്പുര കാട്ടക്കട വഴി കറങ്ങി പുള്ളിയെ സെക്രട്ടേറിയറ്റ് കൊണ്ടാക്കി. നോക്കിയപ്പോഴോ 650 രൂപ. രജനി ഓരോ ദിവസം എന്റെ വണ്ടിയിലെ പല പല സംഭവങ്ങളാണ് നടക്കുന്നത്. ഇന്നാൾ എന്റെ വണ്ടിയിൽ നിന്ന് ഒരു കൂടിയ മൊബൈൽ അളഞ്ഞു കിട്ടി. ഞാൻ നോക്കിയപ്പോ അത് കുഴപ്പമില്ലാത്ത ഫോണാ. ഞാൻ നോക്കിയപ്പോ എന്റെ മുന്നിൽ സത്യസന്ധതയുണ്ട്, കഷ്ടപ്പാടുണ്ട്. നിങ്ങൾ പറ, ഇതിലേതിന് ഞാൻ പ്രാധാന്യം കൊടുക്കും? ഞാൻ കഷ്ടപ്പാടിനെ പ്രാധാന്യം കൊടുത്ത് 12,000 രൂപയ്ക്ക് ആ മൊബൈൽ ഫോൺ അങ്ങ് വിറ്റ്. ആ കടക്കാരൻ എന്നെ തേച്ചതാദ്യം 30,000 കിട്ടുന്ന ആപ്പിളിന്റെ ഫോണായിരുന്നത്. ഈ കാലത്ത് മാന്യന്മാർക്ക് എങ്ങനെ ജയിക്കും? നിങ്ങൾ പറ. ഒരു മിനിറ്റ്, യാത്രക്കാരായിരിക്കും. ഹലോ, എന്താണ് പുറത്താടുന്ന എന്റെ ഓട്ടോയില് ലോറി വന്നിടിച്ചെന്ന്? നസീർക്ക, ആദ്യത്തെ കൈനീട്ടം നിങ്ങളാണ്. ഒരു അപാര കൈനീട്ടം തന്നെ നസീർക്ക. ദൈവമേ, എന്റെ ഓട്ടോ എന്റെ ഓട്ടോ എന്റെ ഓട്ടോ.